അസ്സാം വലൈക്കും, വെൽക്കം ടു മീ മാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സോയാബീൻ ഫ്രൈ ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് സോയാബീൻസും കൂടി കൂട്ടുക. എന്നിട്ട് നമുക്ക് ഈ സോയാബീൻസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് തിള വരുന്ന സമയത്ത് പിന്നെ ഒന്ന് ഓഫാക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ ഫ്രൈ ചെയ്യാനുള്ള മസാല വേണ്ടത് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ ഗരം മസാല വേണം, പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും മൈദയും ചേർക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വെക്കാം, ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒക്കെ വെക്കാം. എനിക്കൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. ഇതൊരു ചട്ടി എടുക്കുക, എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ മസാല വഴറ്റിയ സോയാബീനും കൂടി ഇടാം. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല കറിവേപ്പില ഇടാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും. എൻ്റെ ഇത് ഇളക്കിയിട്ട് നല്ല മുരിയുന്ന സമയത്ത് ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നോക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇത്രയുള്ള വീഡിയോ, ബൈ.